ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്ന സലീമാണ് നമ്മുടെ ടോപ്പിക്ക്. ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കിടയിലും ശ്രദ്ധ നേടിയ ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു ജസ്ന സലീം എന്ന് പറയുന്ന യുവതി. പിന്നീട് അവർ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായി. അവരുടെ കയ്യിൽ നിന്ന് ചിത്രങ്ങൾ ധാരാളം ആളുകൾ വാങ്ങി. അതിലൂടെ അവർ പ്രശസ്തിയും പണവും സമ്പാദിച്ചു. അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ താൻ വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രങ്ങൾ കൈമാറുവാണ്ട് ജസ്ന സലീമിന് സാധിച്ചു. ആ ഒരു ജസ്ന സലീം 2012 മുതൽ ഹണി ട്രാപ്പ് നടത്തുന്നു എന്നൊരു ആരോപണം അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ജസ്ന സലീമിനെതിരെ ആദ്യമായിട്ടല്ല ഹണി ട്രാപ്പ് ആരോപണം വരുന്നത്. ഇതിനു മുൻപ് പലതവണ വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരു വനിതാ ജഡ്ജി തന്നെ ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജഡ്ജിമെന്റ് പോലും ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഓഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആരോ ട്രെയിൻ ചെയ്ത് കൊടുത്ത ഒരു പണം, ആ പണത്തിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് 5000, 10000, 25000, 50,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഇവർ ചെയ്തുകൊണ്ടിരുന്ന പണി രണ്ട് തരത്തിലാണ് ഇവർ ചെയ്തത്. ഒന്ന്, ഇവർ മണി ട്രാപ്പ് ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ വ്യക്തമായ വിവരങ്ങളും ഏതാണ്ട് 14 വയസ്സ് മുതൽ നിലവിൽ ഏതാണ്ട് 18ഓളം കേസുകളിൽ 18ഓളം പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കുക. പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ പലരുടെയും വീടുകളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു, കയറി പിടിച്ചു, ഇങ്ങനത്തെ പരാതികളാണ് കൊടുക്കുന്നത്. വീട്ടിലെ ആണുങ്ങളുടേതാണ്. വീട്ടിൽ വെച്ച് പരാതി വരുമ്പോൾ വീട്ടിലേക്ക് പോലീസ് തെളിവെടുപ്പിന് വരുന്നത് കാണുമ്പോൾ ഏത് ആണുങ്ങളും ബലാത്സംഗം ചെയ്തിട്ടില്ലെങ്കിൽ പോലും വീട്ടിലേക്ക് വരുന്നത് പൊതുവെ അച്ഛൻ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങളിൽ അവര് കോംപ്രമൈസ് ആവും. അങ്ങനെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തും. അങ്ങനെ 14 വയസ്സിൽ അവർ നടത്തിയ 14 വയസ്സിൽ അവർ ഒരാൾക്കെതിരെ പരാതി കൊടുത്തത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തിയ 2012 മറ്റുമാണ്. ആ 2012 ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തിയ ശേഷം ഇവർ കോടതിയിൽ മൊഴി മാറ്റി പറയും. കോടതിയിൽ മൊഴി മാറ്റി പറയുമ്പോൾ ആ മൊഴി പ്രകാരം ഇവർ അതിനുശേഷം വീണ്ടും ഒരു ബലാത്സംഗ പരാതി വരുന്നു. ആ ബലാത്സംഗ പരാതിയിൽ ഇവർ വളരെ കൃത്യമായി കണ്ടെത്തുന്നു. ഒരു വനിതാ ജഡ്ജിയാണ് കോഴിക്കോട്. ആ വനിതാ ജഡ്ജി അവരുടെ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ വിശ്വസനീയമായ ഒരു സാക്ഷിയല്ല എന്ന്. വനിതാ ജഡ്ജി ആദ്യമായി, ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു രേഖപ്പെടുത്തലോട് കൂടിയാണ് ആ കേസ് തള്ളിക്കളഞ്ഞത്. അതിനുശേഷം അവർ കേസിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഇതാണ് ഇവരെ കുറിച്ചുള്ള അലിഗേഷനിൽ ഒന്ന്. അതായത് 2012 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് 18ഓളം ഹണി ട്രാപ്പ് കേസുകൾ ഇവർ നൽകിയിട്ടുണ്ട്. അങ്ങനെ പല കേസുകളിലും ഇവർ പണം വാങ്ങിയിട്ട് കേസിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ മൊഴി മാറ്റി പറയുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊഴി മാറ്റി പറയുന്നത് ഒരു കലാപരിപാടിയാക്കിയ ജസ്ന സലീമിനെ ഇവരെ വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വനിതാ ജഡ്ജി തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവർ എന്തായാലും അത്തരത്തിലുള്ള ഹണി ട്രാപ്പ് കേസുകളും മറ്റു കാര്യങ്ങളും നടത്തിയിട്ടില്ല. അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലിനെതിരെ ഒരു ആരോപണമായിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അവിടെ ചെന്ന് ഒരു കുത്തിവെപ്പ് എടുത്തു. അങ്ങനെ കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായി, ഇവർ മരിക്കാൻ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്നൊരു വീഡിയോ ഇവർ ചെയ്തത്. എന്തായാലും അതെടുത്ത് വെച്ച് സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് അലക്കി വെളുപ്പിച്ചു വിട്ടു. എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് നിയമ നടപടിയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാലും ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. കേസിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഈ കേസ് തള്ളിക്കളയുമെന്ന ബോധ്യമുണ്ടായപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ എല്ലാം സ്വാധീനിച്ചുകൊണ്ട് തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്യുമെന്നും താൻ കൃഷ്ണൻ ചിത്രം വരച്ചതുകൊണ്ടാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രകമ്പനം ഉണ്ടാക്കി. പെട്ടെന്ന് തന്നെ എനിക്ക് വീട് വെക്കണം, എന്റെ അച്ഛനും അമ്മയ്ക്കും വീട് വെക്കണമെന്നും വലിയ രീതിയിൽ ഒരു പിരിവൊക്കെ നടത്തി ഈ വീടൊക്കെ വെച്ചു കേട്ടോ. വീടൊക്കെ വെച്ചു. അതിനുശേഷം ഇപ്പൊ വേണ്ട പോലെ കച്ചവടം അങ്ങോട്ട് ആൾക്കാർക്ക് ഇവരാരാണെന്ന് മനസ്സിലായതോടുകൂടി കച്ചവടം പൊടി പിടിക്കുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കാനുള്ള ഒരു പരിപാടി നടത്തും. കാരണം ഒരു പർദ്ദ ഇട്ടുകൊണ്ട് കൃഷ്ണചിത്രവും പിടിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കളെ വെല്ലുവിളിക്കുക. ഹിന്ദുക്കളെ വെല്ലുവിളിച്ച് വീണ്ടും അമ്പലത്തിൽ പോകുന്നു, പറയും ഇടയ്ക്ക് പൊട്ടു തൊടും, ചന്ദനം തൊടും, ഇടയ്ക്ക് പർദ്ദ ഇടും. അത് ഏത് രീതിയിലാണ്, ഏത് ബിസിനസ്സാണ് നടക്കുക എന്ന് നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എന്ന് തന്നെ വിചാരിക്കണം. കഴിഞ്ഞിടയ്ക്ക് അവരെ അറസ്റ്റ് ചെയ്താണ്. അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ, ടെമ്പിൾ പോലീസ് സ്റ്റേഷൻകാർ അറസ്റ്റ് ചെയ്താണ്. അതിനുശേഷം വീണ്ടും അവർ ജസ്ന സലീമിന് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവിടെ വിലക്ക് മറികടന്നുകൊണ്ട് റീലുകൾ ചിത്രീകരിച്ചു, അതിന്റെ പേരിൽ ഒരു കേസുണ്ട്. അതേപോലെ തന്നെ അമ്പലത്തിനുള്ളിൽ വെച്ച് കേക്ക് കട്ട് ചെയ്തു. നമുക്കറിയാം കേക്ക് നിർമ്മിക്കുന്നത് മുട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ളൊരു കേക്ക് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് കട്ട് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം തുടർന്ന് ഇവർക്കെതിരെ കേസുകളും മറ്റു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ ഇവർക്ക് പ്രവേശനമില്ല. അതിന്റെ ഭാഗമായിട്ട് ഇവർ അമ്പലത്തിന് വെളിയിലെങ്ങാണ്ട് ഒരു വിഷുക്കണി ഒരുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും അത് ഭയങ്കര വാർത്തയും മറ്റു കാര്യങ്ങളുമായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവർക്ക് ഈ പറയുന്ന കൃഷ്ണചിത്രം വരയ്ക്കാണ്ട് യഥാർത്ഥത്തിൽ അറിയില്ല. ഇവരൊരു പർട്ടിക്കുലർ ചിത്രം മാത്രമേ വരയ്ക്കത്തുള്ളൂ. ആ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവർക്ക് ഇവിടെ നിന്നോ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്ന് പലരും ആരോപിക്കുന്നുണ്ട്.
അതൊരു പക്ഷെ ശരിയായിരിക്കാം. ഇവരുടെ ചിത്രങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേ ചിത്രങ്ങൾ തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെതായിട്ടുള്ള നിരവധി ചിത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കൃഷ്ണൻ രാധ ഒന്നിച്ചുള്ളത്, കൃഷ്ണൻ കാലികളെ മേയ്ക്കുന്നത്, അങ്ങനെയുള്ള ധാരാളം ചിത്രങ്ങളുണ്ട്. പക്ഷേ ജസ്ന സലീം ആകപ്പാടെ ഒരേ ഒരു ചിത്രമേ വരയ്ക്കത്തുള്ളൂ. അത് അന്ന് മുതൽ ഇന്ന് വരെ. അതായത് ഇതിനെക്കുറിച്ച് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്, നമ്മളെ ഒരു പ്രത്യേക മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ചിത്രമോ അല്ലെങ്കിൽ ഒരു സംഗീതമോ ഒരേ ഒരു കാര്യം മാത്രം നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു പാട്ട്, ആ ഒരു പാട്ട് മാത്രം നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാട്ട് നമുക്ക് പച്ചവെള്ളം പോലെ പാടാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ചിത്രം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചിത്രം തന്നെ ഒരു പിഴവും ഇല്ലാതെ വീണ്ടും വീണ്ടും മനോഹരമായിട്ട് വരയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു മാർഷൽ ആർട്സ്, അതിനകത്ത് ഒരു പ്രത്യേക മൂവ്മെന്റ്, ഉദാഹരണത്തിന് ഒരു മർമ്മവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പഞ്ചോ അല്ലെങ്കിൽ ഒരു കിക്കോ ഏതെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജമ്പോ ഏതെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിൽ ഈ ഒരു പർട്ടിക്കുലർ ചിത്രം മാത്രം വരയ്ക്കേണ്ട ഇവർക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത്. ഏകദേശം ഒരു ചിത്രത്തിന് 25,000 30,000 രൂപയൊക്കെയാണ് ഇവർ മേടിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ബിസിനസ് കൂട്ടി, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അധികം കോൺട്രവേഴ്സികളൊന്നും സൃഷ്ടിക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ഒരു കോൺട്രവേഴ്സി ഒപ്പിച്ചുകൊണ്ട് വന്നതാണ്. അതിപ്പോ മാനനഷ്ട കേസിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ബാക്കി കൂടി നമുക്ക് കേട്ടു നോക്കാം. അതിനുശേഷം വേറൊരു വിഷയം കൂടി നമുക്ക് നോക്കാനുണ്ട്. എത്രത്തോളം ഭീകരമാണ് ഗുരുവായൂരിലെ അവസ്ഥ എന്നുള്ളതാണ്. ഗുരുവായൂരിനെ വലിയ രീതിയിൽ ഗുരുവായൂരിൽ വലിയ തരത്തിൽ ഗുരുവായൂരിനെ മലിനപ്പെടുത്താനുള്ള കാര്യങ്ങൾ നടന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന പരസ്യം എന്താ? അവിഹിതമായി ചെല്ലുന്നവർക്ക് അനാശാസ്ത്ര സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഹോട്ടലിനെ പറ്റിയുള്ള പരസ്യമാണ്. ഗുരുവായൂരപ്പന്റെ നടയിൽ അനാശാസ്ത്ര സൗകര്യം ചെയ്തു കൊടുക്കുന്നു. 1 മണിക്കൂർ വേണമെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ വേണമെങ്കിൽ 2 മണിക്കൂർ. ഇവിടെ പ്രൈവസി ഉണ്ട്. ഒരു ചെസ് കളിക്കുന്ന പശ്ചാത്തലമൊക്കെ വെച്ചുകൊണ്ട് പറയുന്നത് വേറെ ചില കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാധവി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ, അവരെങ്ങനെ വിളിക്കുക, ഇൻഫ്ലുവൻസർ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. കാരണം ചേച്ചി ചമ്മന്തി അരയ്ക്കുന്ന കാണിക്കാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചമ്മന്തി അരച്ച് കാണിക്കും. ആ ചമ്മന്തി അരയ്ക്കുന്നതിനകത്ത് ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചോണ്ടായിരിക്കും. ആ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കൃത്യം ഈ ഒരു പോർഷൻ കാണാം. അതേപോലെ തന്നെ ചൂല് വെച്ച് തൂക്കുന്നത്, അതെല്ലാം കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യും. അതായത് അഡൽട്ടറി കണ്ടന്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ഡീസെന്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ മൊത്തം ഊരിപ്പറിച്ച് കാണിക്കും. ഇത് ഒരു അല്പം സ്വല്പം അവിടെ എവിടെയും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ റീച്ച് നേടും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരുടെ എല്ലാം ഇന്റർവ്യൂസ് എടുക്കാണ്ട് ധാരാളം ആളുകളുണ്ട്. അത് ഓർക്കുമ്പോഴാണ് സങ്കടം. പല ദുബായിലൊക്കെ പല രീതിയിൽ നടക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ എടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. എന്ത് ക്വാളിഫിക്കേഷന്റെ പേരിലാണ് ഇവർക്കൊക്കെ ഇന്റർവ്യൂ എടുക്കാണ്ട് ഉള്ള യോഗ്യത എന്ന് എനിക്കറിയില്ല. ഉള്ള കാര്യം പറയണം, ഈ പറയുന്ന ദുബായിൽ സ്പാ നടത്തുകയും മറ്റ് പല പരിപാടികളും നടത്തുന്ന ആളുകൾക്ക് കേരളത്തിൽ താരപരിവേഷം. എന്ത് പറയണം, തമ്പുരാൻ അറിയാം. സോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആ ഒരു റീല് കണ്ടു നോക്കാം. ഇത് ജനൻ ടി വിക്കകത്ത് നിന്നെടുത്താണ്. ഇപ്പോൾ നിലവിൽ വിവാദമായപ്പോൾ ആ ഒരു റീല് മുക്കി. നിങ്ങളുടെ പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ്സൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപയ്ക്ക്. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ കൊണ്ട് കളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഫുൾ ഡേറ്റ് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. TV, വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം. സോ ഗൈസ്, ഇതാണ് മാധവിയുടെ ആ ഒരു റീല്. ഈ ഒരു റീലിനകത്ത് ചെസ് കളിക്കുന്നതിനെ കുറിച്ചാണ് ചേച്ചി പറയുന്നത്. ഈ 2 മണിക്കൂറും 3 മണിക്കൂറും 6 മണിക്കൂറും ഒരു ദിവസമൊക്കെ ഇരുന്ന് ചെസ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാഗ്നസ് കാൾസനെ പോലെയുള്ള ആളുകളൊന്നും നമ്മുടെ കേരളത്തിലില്ല, അല്ലെങ്കിൽ പ്രഖ്യാനത്തെ പോലെയുള്ള ചെസ് താരങ്ങളൊന്നും നമ്മുടെ കേരളത്തിലില്ല. പിന്നെ ഈ റൂം അടച്ച് ഒരു ഹോട്ടൽ റൂമിൽ പോയിരുന്ന് ചെസ് കളിക്കേണ്ടതിന്റെ ആവശ്യം നാട്ടുകാർക്ക് ആർക്കുമില്ല. അന്നേരം അതിനൊന്ന് മനസ്സിലാക്കാം ചേച്ചി എന്ത് കണ്ടന്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തതെന്ന്. സോ ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഗുരുവായൂർ ക്ഷേത്രം അതിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ആ ഒരു ക്ഷേത്രം അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പല ആളുകളും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പല രീതിയിലുള്ള അലിഗേഷൻസ് വരുന്നുണ്ട്. അത് തുറന്ന് പറയുന്ന ആളുകളെ വർഗീയവാദികളാക്കുന്നുമുണ്ട്. അതൊക്കെയാണ് യാഥാർത്ഥ്യം. സോ ഗൈസ്, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. എന്നാലും മാധവിയെ പോലെയുള്ള ആളുകളോടും ജസ്ന സലീമിനോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷനും സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും ഒരു മീഡിയമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ മാറ്റരുത്. അത് ധാരാളം ആളുകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനെ ഇത്തരത്തിലുള്ള ദുഷിച്ച കണ്ണുകളോട് കാണാതിരിക്കുക.
അത്രമാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.